നേരത്തെ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു എന്ന് പാർട്ടി അംഗങ്ങൾ പോലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ എതിരഭിപ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എം.വി. ഗോവിന്ദൻ പറഞ്ഞു, അതായത് കുറ്റപത്രം അടക്കം വന്നതിന് ശേഷം മാത്രമേ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം ആ ജില്ലാ കമ്മിറ്റിയുടെ അടക്കം വികാരം എന്ത് എന്ന് മാനിക്കാതെ പോയി. ഇന്നിപ്പോൾ ഒരു തിടുക്കപ്പെട്ടുകൊണ്ട് ഇനി ഒരു നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അഭിലാഷ്? നടപടി വരുമെന്ന് ഉറപ്പായിരുന്നു. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ നടപടിയെടുക്കും എന്നുള്ളതായിരുന്നു ആ നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം നടപടിയെടുക്കും എന്നാണ് രാജു അബ്രഹാം പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കുറ്റപത്രം വരുന്നതിന് മുമ്പ് നടപടിയെടുക്കുമോ, കുറ്റപത്രം വരുന്നതിന് ശേഷം നടപടിയെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് അക്കാര്യത്തിൽ അവ്യക്തതയില്ല. നടപടിയെടുക്കും എന്ന കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല. പക്ഷേ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല അടക്കം തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. സംസ്ഥാന നേതൃത്വം ശബരിമല അല്ല തിരിച്ചടി ഉണ്ടാക്കിയതെന്ന നിലപാടിലായിരുന്നെങ്കിൽ ശബരിമല അടക്കം തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പത്തനംതിട്ട CPM ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയ സാഹചര്യത്തിൽ ഇനി നേരത്തെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ കുറ്റപത്രം വരുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാനുള്ളത്. അതിൽ ചിലപ്പോൾ നേരത്തെ നടപടി ഉണ്ടായേക്കാം. അതിനുള്ള സാധ്യത എങ്ങനെ എന്നുള്ളത് നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നടപടിയെടുക്കാൻ തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. കാരണം അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഘടകമല്ല, മറിച്ച് മേൽഘടകമാണ്. മേൽഘടകം എന്നുള്ള നിലയിൽ സംസ്ഥാന കമ്മിറ്റിയാണ് ഈ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. പക്ഷേ അഭിലാഷ്, അവിടെ എപ്പോഴും നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ UDF പ്രതിരോധത്തിലായ സമയത്ത് മറുവശത്തേക്ക് ചൂണ്ടിക്കാട്ടി ഒന്ന് മുകേഷ് അടക്കമുള്ള എംഎൽഎയുടെ കാര്യം ഏറ്റവും എടുത്തെടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യം എന്താണ്? ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് കൊള്ള നടത്തിയ പത്മകുമാറിനെയോ വാസുവിനെയോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഫോറത്തിൽ നിന്ന് പുറത്താക്കിയതായിട്ട് ഒരു അറിവുമില്ല എന്നടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ ഇക്കാര്യം കുറച്ചുകൂടി നേരത്തെ ചെയ്യാമായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നോ? CPMന്റെ സംഘടനാ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. സംസ്ഥാന സമിതിയാണ് ഏറ്റവും ഒടുവിലായി തീരുമാനിക്കേണ്ടത്. മാത്രമല്ല, അദ്ദേഹം ഇത്രയും നാളും മുൻ MLA അടക്കം ആ സ്ഥാനങ്ങളിലിരുന്ന വ്യക്തിയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുതിർന്ന നേതാവാണ്. അപ്പോൾ എന്തുകൊണ്ടത് വൈകിപ്പോയതിൽ ഒരു വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? വലിയ രാഷ്ട്രീയ ആരോപണം അതുകൊണ്ട് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ പത്മകുമാറിനെ ഇതുവരെയും പുറത്താക്കിയിട്ടില്ല എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർന്നിരുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അപ്പോഴും ഉയരും. അപ്പോൾ നിശ്ചയമായിട്ടും അതൊരു രാഷ്ട്രീയ വിഷയമായി വരും. ഇന്നിപ്പോൾ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവവികാസം N. വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയിരിക്കുന്നു. ആ ജാമ്യാപേക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കട്ടിളപ്പാളിയിൽ സ്വർണം ഉണ്ടായിരുന്നതിന് തെളിവെവിടെ എന്ന ചോദ്യം അടക്കം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഹൈക്കോടതിയിലെ ആ ജാമ്യാപേക്ഷയിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്തിടത്തു നിന്ന് ആ ജാമ്യാപേക്ഷ തന്നെ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ഇപ്പോഴും പത്മകുമാറും വാസുവും ജയിലിലാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണത്തിലേക്ക് വരികയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രേഖകൾ കൈമാറാൻ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്വേഷണത്തിന്റെ സ്കോപ്പ് വലുതാവുകയാണ്. അപ്പോൾ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറ്റപത്രം വരട്ടെ എന്ന നിലപാടിൽ എത്ര നാൾ നിൽക്കാൻ കഴിയുമെന്ന പ്രശ്നമുണ്ട്. അപ്പോൾ കുറ്റപത്രം വരട്ടെ എന്ന നിലപാടിൽ നിന്ന് കഴിഞ്ഞാൽ ഇതേ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ പത്മകുമാറെ പുറത്താക്കുന്നില്ല, എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം നിരന്തരമായി നേരിടേണ്ടി വരും. അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കും. ശബരിമല രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കാണുന്നത്.